ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും പിന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഉള്ള ലേഡീസിനും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ കയ്യിൽ എന്തിട്ടാണുള്ളത്. ഇത് യഥാസൂത്ര ബൈ നീരൊഴുക്കിൽ വൈദ്യശാലയുടെ ഒരു സൂതിക ആയുർവേദ കിറ്റാണ് കേട്ടോ. നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റാത്തവരും പിന്നെ ഏതെങ്കിലും സ്റ്റാഫിനെ നമ്മളുടെ വീട്ടിൽ നിർത്തിച്ച് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മയോ ഒക്കെ നമുക്ക് ചെയ്തു തരാൻ വില്ലിങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കിറ്റ് വാങ്ങി നമുക്ക് സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കുഴമ്പ് വാങ്ങി പറ്റുക അങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്തിരുന്നുള്ളൂ. പിന്നെ കഴിക്കാനുള്ള മരുന്നുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ എന്തായാലും നല്ലപോലെ ഇങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ ഉണ്ടായി. അപ്പോൾ ഹസ്ബൻഡാണ് ഇത് എനിക്ക് ഓർഡർ ചെയ്ത് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിലെ ഓരോ പ്രൊഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കിറ്റിലുള്ളത്. ഇതിൽ 13 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഫസ്റ്റ് വന്നതാണ് ധന്വന്തര തൈലം. അതെല്ലാവർക്കും അറിയായിരിക്കും. ധന്വന്തര തൈലം നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡെലിവറിക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളുടെ ബോഡീനെ ഡീപ്ലി നറിഷ് ചെയ്യും. പിന്നെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രസവത്തിന് മുന്നായാലും നമുക്ക് കുറേ പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ബാക്ക് പെയിൻ ജോയിൻറ്റ് പെയിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു ഓയിലാണ്. പിന്നെ നമ്മളുടെ ബോഡിയിലെ ഇലാസ്റ്റിസിറ്റിയും ഗ്ലോയിനൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യും. ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തലയിലേക്കാൻ 20 to 30 ml ഓയിൽ എടുത്തിട്ട് അത് ഒരു ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മളുടെ ലോവർ ബാക്കിലും സ്റ്റൊമക്കിലും ജോയിൻറ്റിലൊക്കെ പറ്റി ഒരു 4 to 5 minutes കഴിഞ്ഞിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ് പറയണേ. അടുത്തതാണ് നീലഭൃംഗാദിയുടെ ഹെയർ ഓയിലാണ്. ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫാളൊക്കെ ഉണ്ടാവും. ഡാൻഡ്രഫ് ഇതൊക്കെ തടയാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹെയർ ഗ്രോത്തിനും ഹെയർ മോയ്സ്ചറൈസ് ചെയ്യാനും പിന്നെ ഹെയറിന് നല്ല ഷൈനിങ് കിട്ടാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ തലവേദനയൊക്കെ കുറയ്ക്കാനും പിന്നെ നമ്മളുടെ ഉറക്കമില്ലായ്മയ്ക്കൊക്കെ ഒരു പരിഹാരമാണ് നീലഭൃംഗാദിയുടെ ഓയിൽ. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മളുടെ സ്കാൽപ്പിലും ഹെയർ റൂട്ടിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് 5 to 10 minutes കഴിയുമ്പോൾ നിങ്ങളത് വാഷ് ചെയ്ത് കളയാം. അത് മൈൽഡ് ഷാമ്പു കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കിറ്റിൽ തന്നെ താളിയുണ്ട്. ആ താളിപ്പൊടിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകി കളയാം. ധന്വന്തര തൈലം 3 ബോട്ടിലായിട്ടാണ് വരുന്നത് കേട്ടോ. മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റാണ് നാൽപ്പാമരാതിയുടെ ഓയിൽ. അത് നമ്മളുടെ ബോഡിയിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രെച്ച് മാർക്ക് മാറാനും
പിന്നെ ബ്രൈഡൽ കെയറിനും പിന്നെ ക്ലിയർ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പിഗ്മെൻറ്റേഷൻ, കറുത്ത പാടുകളൊക്കെ മാറാനും പിന്നെ നമ്മളുടെ ഫേസിന് നല്ല ഗ്ലോയും കിട്ടാനും ഒക്കെ ഗ്ലോയും നല്ല സോഫ്റ്റൊക്കെ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓയിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മൾ സ്കിന്നിൽ സ്ട്രെച്ച് മാർക്കൊക്കെ ഉള്ളിടത്ത്, കറുത്ത പാടുകളൊക്കെ ഉള്ളിടത്തൊക്കെ പറ്റി കഴിഞ്ഞിട്ടൊരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു മൈൽഡ് സോപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഹെർബൽ ക്ലെൻസർ കൊണ്ടൊക്കെ കഴുകിക്കളയാനൊക്കെയാണ് പറയണത്. നാലാമത്തെ പ്രൊഡക്റ്റാണ് ടോണർ. ഈ ടോണർ നമ്മളുടെ ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും നമ്മളുടെ നാച്ചുറൽ ഒരു ടോൺ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കുന്നു. ഇത് നമ്മൾ കുളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം രാവിലെയൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ആയുർവേദ ബാത്ത് കിറ്റ്. ഈ കിറ്റിലെ ഒരു മേജർ പോർഷനാണ് ഈ ബാത്ത് കിറ്റ്. ഈ കിറ്റ് വീക്കം പിന്നെ മുഖക്കുരു വന്നതിൽ നിന്ന് ആശ്വാസം നൽകുന്നു. പിന്നെ നമ്മളുടെ ബോഡീനെ ശുദ്ധീകരിക്കാനും പോഷിപ്പിക്കാനും തിളങ്ങാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ സഹായിക്കുന്ന കിറ്റാണ്. പിന്നെ നമ്മളുടെ ചർമ്മത്തിൽ ഘടനയെ മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്നു. ഇത് എങ്ങനെ യൂസ് ചെയ്യും? ഇതിൽ ഇങ്ങനത്തെ ഒരു 7 കിറ്റാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂടുവെള്ളത്തിൽ ഇതിട്ടിട്ട് നമുക്ക് അരിച്ച് എടുത്ത് അങ്ങനെ കുളിക്കാം. പിന്നെ കിഴി കെട്ടിയിട്ട് കിഴിയിൽ ഈ പൊടിയിട്ട് ആ കിഴി വെള്ളത്തിലിട്ട് അങ്ങനെ തിളപ്പിച്ചും നമുക്ക് കുളിക്കാം. ഇത് തലേ ദിവസം വൈകുന്നേരം വെള്ളം തിളപ്പിച്ചിട്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് കുളിക്കാൻ പാകത്തിനായിട്ടുള്ള ഒരു ചൂടിൽ തിളപ്പിച്ചിട്ട് അങ്ങനെയാണ് കുളിക്കേണ്ടത്. ഇത് അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തതാണ് താളിപ്പൊടി. ഇത് 2 പാക്കറ്റാണ് ഇതിലുള്ളത്. ഈ താളിപ്പൊടി കെമിക്കൽ ഫ്രീ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഇത് നമ്മളുടെ ചുരുണ്ടതും പൊട്ടിപ്പോകുന്നതുമായ ഹെയറിനൊക്കെ നല്ലൊരു പരിഹാരമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഹെയർ സ്ട്രെങ്ത് ചെയ്യാനും ഹെയർ ഗ്രോത്തും ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ ചെമ്പരത്തി, ഉലുവ, നെല്ലിക്ക അതൊക്കെയാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടി വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മൾ സ്കാൽപ്പിലും ഒക്കെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കഴുകി കളയാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്തതാണ് സ്നാനചൂർണം. ഇത് 3 പാക്കറ്റാണ് ഈ കിറ്റിലുള്ളത്. ഇത് എങ്ങനെ യൂസ് ചെയ്ത് ഡെഡ് സ്കിന്നുള്ളവർക്കും ടാൻ ഉള്ളവർക്കും പിന്നെ ഡിസ്കളറേഷൻ മാറാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ കറുത്ത പാടുകൾ ഒക്കെ ഉള്ളിടത്തൊക്കെ നമ്മൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഡെയിലി യൂസിന് പറ്റിയതാണ് കേട്ടോ ഈ പ്രൊഡക്റ്റ്. ഇതും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൽ ചാലിച്ചിട്ട് നമ്മളുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് കഴിയുമ്പോൾ കഴുകിക്കളയാനാണ് പറയുന്നത്. അടുത്തതാണ് കിക്കിസർ ചൂർണം. ഇത് നമ്മൾ സ്ട്രെച്ച് മാർക്ക് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ വയറുമേയും പിന്നെ ബ്രസ്റ്റിലും തൈയിലും ഒക്കെയുള്ള സ്ട്രെച്ച് മാർക്ക് മാറാനായിട്ടാണ്. ഡെയിലി യൂസായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറിലോ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെച്ച് മാർക്കുള്ളടുത്ത് അപ്ലൈ ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. നെക്സ്റ്റ് വണ്ണാണ് കിക്കിസ് ലേപം. ഇത് കുളി കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെച്ച് മാർക്കുള്ളടുത്ത് നമ്മളുടെ ടമ്മിയിലും ഹിപ്സിലും തൈയിലും ഒക്കെ സ്ട്രെച്ച് മാർക്കുള്ളടത്തൊക്കെ നമ്മൾക്ക് ഡെയിലി 2 നേരം ഉപയോഗിക്കാം. ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിന് നല്ലൊരു സ്മെല്ലാണ്. അടുത്തത് ഫേസ് പാക്കാണ്. ഇതും നമ്മളുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടി ഉപയോഗിക്കാം.
ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് റോസ് വാട്ടറിലോ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്തൊരു 10 to 15 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. അടുത്തത് ഹെർബൽ സോപ്പാണ്. അതിട്ട് തന്നെ അലോവേര, ടർമറിക്, കോക്കനട്ട് ഓയിൽ, മുൾത്താനി മിട്ടി, അങ്ങനെ മഞ്ചിഷ്ട, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയൊരു ഹെർബൽ സോപ്പാണ്. ലാസ്റ്റ് 2 പ്രൊഡക്റ്റാണ്. രാസ്നാദി ചൂർണം, കുളി കഴിഞ്ഞിട്ട് ജലദോഷമൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള രാസ്നാദി ചൂർണം, പിന്നെ അവരുടെ തന്നെ ഉള്ള കാജൽ ആണ്. അപ്പോൾ ഇത്രയും 13 ഐറ്റംസാണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. അപ്പോൾ അത് പ്രഗ്നൻ്റ് ആയ ലേഡീസിനും പിന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഉള്ള ലേഡീസിനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.